ഹലോ കൂട്ടുകാരെ, നല്ല എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് 2 കപ്പ് കടലപ്പൊടി എടുത്തുക്കണം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ചെലിച്ചെടുക്കാം. 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കട്ടകളൊന്നും പെടാത്ത പോലെ ഇങ്ങനെ ചെലിച്ചെടുത്താൽ എന്താ പ്രയോജനം വെച്ചാൽ ഇതിൻ്റെ കട്ടകളൊന്നും പെടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാവിനെ വെള്ളം ഒഴിച്ച് കലക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കട്ടകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് ചെലിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചെലിച്ച മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാവിലൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ എല്ലാവിടെയും ആവുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൻ്റെ ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് നടുവിൽ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ബൂന്തി ഉണ്ടാക്കാൻ ഒത്തിരി പണി കൂടുതലാണല്ലേ. അപ്പോൾ ഇന്നൊരു എളുപ്പപ്പണി കൂടിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ 1 കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം 1/4 കപ്പ് വെള്ളം വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ കട്ടി രൂപത്തിലാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്നറിയോ, ഇതേപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ കട്ടിയായി വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, 1/4 കപ്പ് വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചീശയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കട്ടയില്ലാതെ നല്ലതുപോലെ യോജിച്ച് വരും. ഇല്ല ഫസ്റ്റ് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതേപോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു എണ്ണ ചൂടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ 2 കയ്യിൽ മാവാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വെന്ത് റെഡിയായി വരട്ടെ. അപ്പോൾ ഇത് വെന്ത് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അതാണ് ഇതിലെ ഏറ്റവും വലിയ എളുപ്പമുള്ളൊരു പണി. അതാണ് കേട്ടോ, ലഡു ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. അപ്പോൾ മാവ് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിടണം. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അത് റെഡിയാവും. അപ്പോൾ അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ഇനി അടുത്ത ട്രിപ്പും കൂടി ഇതേപോലെ ഒഴിച്ചെടുക്കാം. അപ്പോൾ എല്ലാ മാവും ഇതേപോലെ തന്നെ 2 തവിയായിട്ട് ഒഴിച്ചെടുക്കാം. പരന്ന പാനിൽ വേണം ഇത് ഒഴിച്ചെടുക്കാൻ. അപ്പോഴേ ഇതേപോലെ റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പൊരിച്ചതിനെ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ബൂന്തി ഇവിടെ അടിപൊളിയായി റെഡിയാവും കേട്ടോ. ഇനി ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കിട്ടും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി ഇതിലേക്ക് ഇതേപോലെ കറക്കിയെടുത്തിട്ടുണ്ട്. അവിടെ മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമുള്ളത് ഒരു ചട്ടിയിലേക്ക് 2 കപ്പ് പഞ്ചസാര, 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഉരുകി റെഡിയായി വരട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഉരുകി റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം പഞ്ചസാര നല്ലതുപോലെ വെള്ളത്തിൽ യോജിച്ച് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഇടാം. ഒരു ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേണ്ട വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതൊന്നും നല്ല നൂൽ പരുവുണ്ടല്ലോ, കയ്യിലിങ്ങനെ അമർത്തി നോക്കുമ്പോൾ നൂൽ പരുവം അതിൻ്റെ തൊട്ട് മുൻപ് കിട്ടണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക്
ആ ബൂന്തിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേനും സ്റ്റൗവ് സിമ്മാക്കി വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടും അധികം വേണ്ട. അപ്പോൾ സിമ്മാക്കിയിട്ട് നമുക്ക് ഈ ബൂന്തിനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയമാകുമ്പോഴത്തേന് ഈ ബൂന്തിയിലേക്ക് ഈ പഞ്ചസാര സീറൊക്കെ പിടിച്ച് വറ്റി കുറുകി വരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നെയ്യിൽ വാട്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിലേക്ക് നേരെ തന്നെ ഇട്ട് കൊടുത്തേക്ക് കേട്ടോ. കറുപ്പ് മുന്തിരി എടുത്തേക്കണത്. ഇനി അത് ലഡു ഉരുളാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവിൻ്റെ റെസിപ്പിയല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഇനി കാണും വരയ്ക്കും ടാറ്റാ.